ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ഹൈഡ് ആൻഡ് കില്ലാണ് കളിക്കാൻ പോണേട്ടാ. ഇന്ന് പിന്നെ നമ്മുടെ കൂടെ കളിക്കാനേ അവഞ്ചേഴ്സ് ഉള്ളേ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂടെ ഹൾക്ക് ഉണ്ട്, സ്പൈഡർമാൻ ഉണ്ട്, വെനം ഉണ്ട്, തോറുണ്ട്. ഇത് പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക. അത് കഴിഞ്ഞിട്ട് റെഡ് ഹൾക്കും ഉണ്ട് കേട്ടാ. ഇവനും നമ്മുടെ കൂടെ കളിക്കാനുണ്ട്. ടോട്ടൽ 6 പേരുണ്ട് നമ്മുടെ കൂടെ കളിക്കാൻ. ഈ കളിയിൽ പിന്നെ ജയിക്കുന്നവർക്കേ സമ്മാനമുണ്ട്. അതെന്താന്ന് ഇപ്പോൾ പറയണില്ല, അത് വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? എല്ലാവരും റെഡി അല്ലേ? ഈ കളിയുടെ റൂൾസൊക്കെ അറിയാലോ. ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന ആൾക്കാരെ കൊന്നളയും, ലാസ്റ്റ് കണ്ടുപിടിക്കുന്ന ആൾക്കാർ മാത്രമേ ജയിക്കുള്ളൂ. എല്ലാവരും അപ്പോൾ റെഡി അല്ലേ? ആടെ ഫ്രാങ്ക്ലിന്, നമ്മളൊക്കെ എപ്പോഴേ റെഡിയാ. നീ അപ്പോൾ ഒരു കാര്യം ചെയ്യ്, പോയിട്ടേ 100 വരെ എണ്ണ്. നമ്മളപ്പോഴേക്കും പോയിട്ട് വിളിച്ചിരിക്കാം. 100 വരെ എണ്ണിയാൽ മതി. ആണോ? എന്നാൽ ശരി, ഞാൻ പോയിട്ടേ 100 വരെ എണ്ണിക്കോളാം. നിങ്ങൾ അപ്പോഴേക്കും പോയിട്ട് വിളിച്ചിരിക്കേ. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, 100 വരെ എണ്ണാം. 1, 2, 3, 4, 5, A few moments later. 98, 99, 100. ഓക്കെ, ഇവിടെ ഞാൻ 100 വരെ എണ്ണേക്കാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കണ്ടുപിടിക്കാം, എന്നിട്ട് അവരെ ഇങ്ങ് തീർത്തളയാം. ഞാൻ പിന്നെ RPG ആണ് കൈപ്പിടിച്ചേ. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, അവഞ്ചേഴ്സ് ഭയങ്കര പവർഫുള്ളാ. അവരെ കൊല്ലാനായിട്ട് എന്തായാലും RPG വേണം. നമുക്കപ്പോൾ ആദ്യേ വീടിൻ്റെ അകത്ത് കയറി നോക്കി നോക്കാം. ഇവിടെ മിക്കവാറും ആരെങ്കിലും ഒളിച്ചിരിക്കണ്ടാവും. ഇവിടെ ഇപ്പോൾ അടിയിൽ എനിക്ക് ആരെയും കാണാനില്ല. എന്നാൽ പിന്നെ മേലെ കയറി നോക്കി നോക്കാം. മേലെ പിന്നെ ജിമ്മൊക്കെ ഉള്ളേ. ഇവിടെ ആരെങ്കിലും ഒളിച്ചിരിക്കണ്ട? ഏയ്, ഇവിടെയും എനിക്ക് ആരെയും കാണാനില്ല. വീട്ടിലപ്പോൾ ആരില്ല. എന്നാൽ പിന്നെ നമുക്കേ ബാക്കി സ്ഥലത്തും നോക്കി നോക്കാം. ഇവിടെ നമ്മുടെ സിറ്റിയിൽ ഒളിച്ചിരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇവിടെ പിന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ ചിലപ്പോൾ ആരെങ്കിലും ഒളിച്ചിരിക്കണ്ടാവും. ഒരു മിനിറ്റ്, അവിടെ മേലെ ആരും നിൽക്കണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചാ? അതാ വെനമല്ലേ? അതെ അതെ, അത് വെനം തന്നെയാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, സ്റ്റിക്കി ബോംബ് എടുത്ത് എറിയാം. അയ്യോ, അത് പോയില്ലല്ലോ. അതുമ്മ ഗ്ലാസ് ഉണ്ടായിരുന്നു. ഇവിടെ ആരെങ്കിലും ഒളിച്ചിരിക്കണ്ട? അടിയിൽ ആരെങ്കിലും ഉണ്ടാ? ഇവിടെ പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ എനിക്ക് ആരെയും കാണാനില്ല. മേലെ മറ്റേ വെനം മാത്രമേ ഉള്ളൂ. തൽക്കാലം നമുക്കേ RPG വെച്ച് കൊല്ലാം. എന്നാ പിടിച്ചോ. ഓക്കെ, അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ചത്തില്ലത്? അതിപ്പോൾ ചത്തുണ്ടോ? RPG വെച്ച് ഫയർ ചെയ്താൽ അവർ പെട്ടെന്ന് ചാവും. നമ്മളങ്ങനെ വെനമ്മനെ കണ്ടുപിടിച്ചു. ഇനിയും 5 പേരും കൂടി ബാക്കിയുണ്ട്. നമുക്കിനി അവരെയും കൂടി കണ്ടുപിടിക്കണം. നമ്മുടെ സിറ്റിയിൽ പിന്നെ എയർപോർട്ട് ഉണ്ട്. എയർപോർട്ടിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ കയറി നോക്കി നോക്കാം. ഇവിടെ പക്ഷേ ആരും ഒളിച്ചിരിക്കണില്ല. എന്നാ പിന്നെ അടിയിൽ നോക്കി നോക്കാം. അവിടെ ആരും നിൽക്കണ്ടല്ലോ. ഇതാ തോറല്ലേ? വെടി വെച്ച് കൊല്ലണ്ട, നമുക്ക് RPG ഫയർ ചെയ്യാം. എന്നാ പിടിച്ചോ. അങ്ങനെ അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി. 2 പേരെ അങ്ങനെ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ എങ്ങോട്ടേക്കാ പോവാ? നമുക്കിനി പഴയ വീട്ടിലേക്ക് പോവാട്ടാ. പഴയ വീട്ടിലും ആരെങ്കിലും ഒളിച്ചിരിക്കണ്ടാവും. ഈ റാമ്പിൻ്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടാ? അവിടെ ആരും നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് ശരിക്കും കാണാനില്ല. ആ അത് നമ്മുടെ സ്പൈഡർമാനാ. സ്പൈഡർമാൻ ഇവിടെ നിൽക്കണ്ടായിരുന്നു. അതെങ്ങനെ കത്തി നശിച്ചു. പോരട്ടെ പോരട്ടെ, എല്ലാവരും പോരട്ടെ. നമ്മളങ്ങനെ 3 പേരെ കണ്ടുപിടിച്ചു. ഇനിയും 3 പേരും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, ഇവിടെ ഞാനേ പഴയ വീട്ടിൽ വന്നേക്കാ. ഇവിടെ ആരെങ്കിലും ഉണ്ടാ? അടിയിൽ എനിക്ക് ആരെയും കാണാനില്ല. എന്നാൽ പിന്നെ മേലെ കയറി നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ കിച്ചണിൽ ഹൾക്ക് നീയാ. എന്നാ പിടിച്ചോ, ചാവടങ്ങോട്ട്, ചാവ്. അങ്ങനെ ഹൾക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇവിടെ ബാത്റൂമിൽ ബാത്റൂം കാലിയാ. അടിയിൽ പിന്നെ ഒരു ഗാരേജ് ഉണ്ട്. ഗാരേജിൽ ആരെങ്കിലും ഉണ്ടാ? ഗാരേജിലും ആരില്ല. ഈ വീട്ടിലപ്പോൾ ഹൾക്ക് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ 2 പേരും കൂടി മാത്രമേ ബാക്കിയുള്ളൂ.
റെഡ് ഹൾക്കും പിന്നെ ക്യാപ്റ്റൻ അമേരിക്കയും അവരും കൂടി കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പോൾ പെട്രോൾ പമ്പിൽ ആരില്ല. മുമ്പിൽ പിന്നെ ഒരു ജുറാസിക് പാർക്ക് ഉണ്ട്. ഇത് പിന്നെ വലിയൊരു പാർക്കാ. ഇവിടെ ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചിരിക്കണ്ടാവും. ഹലോ, ആരെങ്കിലും ഉണ്ടാ? ഈസ് എനിബഡി ഹിയർ? ഇവിടെ ഇപ്പം എനിക്ക് ആരെയും കാണാനില്ല ഏട്ടാ. ആ ക്യാപ്റ്റൻ അമേരിക്ക മിക്കവാറും ഇവിടെ ഉണ്ടാവും. ഞാൻ എന്തുട്ടായാലും നോക്കി നോക്കാം. ഇത് പിന്നെ വലിയ സ്ഥലാ, കണ്ടുപിടിക്കാനേ കുറെ ടൈം എടുക്കും. Meanwhile, ഗൈസ്, ഞാൻ ആ ജുറാസിക് പാർക്ക് മൊത്തം നോക്കി നോക്കിട്ടാ. അതിൻ്റെ അകത്ത് ഒരാളും വിളിച്ചിരിക്കണില്ല. വെറുതെ ടൈം വേസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്കാ പോവാ? ആ മുമ്പിൽ പിന്നെ ഒരു വില്ലേജ് ഉണ്ട്. വില്ലേജിൽ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവും. ഈ വീടിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. പുറത്ത് എവിടെയെങ്കിലും വിളിച്ചിരിക്കണ്ടാവും. ഇവിടെ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടാ? ഈ ആൾക്കാർ പിന്നെ കുറവല്ലേ. ആൾക്കാർ കുറവാണെങ്കിൽ രസമില്ല. കുറെ ആൾക്കാരുണ്ടെങ്കിൽ നല്ല രസാ. കുറെ പേരെ നമുക്ക് കൊല്ലാൻ പറ്റും. ഇവിടെ ഇപ്പം എനിക്ക് ആരെയും കാണില്ല ഏട്ടാ. വില്ലേജും കായലിയാന്ന് തോന്നുന്നുണ്ട്. ആ ഇവിടെ ഇപ്പം ആരില്ല. ഇവിടെ പിന്നെ കാർ ഷോറൂം ഉണ്ട്. നമുക്ക് ഇവിടെയും കൂടി കയറി നോക്കി നോക്കാം. കാർ ഷോറൂം പിന്നെ പതിവ് പോലെ ഫുള്ള് കാലിയാ. ഷോറൂമിൽ ഒരു വണ്ടി പോലും ഇല്ല. ഏയ്, അവിടെ ഒരു ഹമ്മർ നിൽക്കണ്ടല്ലോ. ഇത് പിന്നെ നമ്മുടെ റെഡ് ഹൾക്കാ. എന്നാ പിടിച്ചോ. അങ്ങനെ അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി. ചത്തില്ല ഇത്? ആ അതൊക്കെ ചത്തു. ഇനിയിപ്പോ ഒരാളും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയാ. അതിൻ്റെ അർത്ഥം ക്യാപ്റ്റനാണ് ഈ കളിയിൽ ജയിച്ചേ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ കളി അങ്ങനെ കഴിഞ്ഞേക്കാണ് കേട്ടാ. നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയാണ് ഈ കളിയിൽ ജയിച്ചേ. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. ആ ജയിക്കുന്നവർക്ക് പിന്നെ സമ്മാനമുണ്ട്. അത് ഈ കാണുന്ന സൂപ്പർ കാറാ. ഇത് പിന്നെ ഏതാ കാറെന്ന് കുറെ പേർക്ക് മനസ്സിലായിണ്ടോ? ഇത് ടൊയോട്ട സൂപ്രയാ. ഇത് പിന്നെ സ്റ്റോക്ക് വണ്ടിയാണ് കേട്ടാ, അല്ലാണ്ട് മോഡിഫൈഡ് അല്ല. ആടെ ഫ്രാക്ടിന് അത് കുഴപ്പമില്ല, സ്റ്റോക്ക് വണ്ടി ആയാലും മതി. എന്നാലും എനിക്ക് സൂപ്ര കിട്ടിയില്ലേ, അതിപ്പോ ഏതായാലും നല്ല കാര്യാ. എടാ ഫ്രാങ്ക്ലിന്, എന്നാ പിന്നെ ശരിയപ്പോ ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ചോക്കട്ടെ. സൂപ്രയ്ക്ക് പിന്നെ ഭയങ്കര സ്പീഡായിരിക്കും, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഈ കാർ എത്ര സ്പീഡിലാണ് പോവാ? ഇതിൽ പിന്നെ ബൂസ്റ്ററൊക്കെ ഉണ്ട്. ബൂസ്റ്റർ ഇട്ടപ്പോ നല്ല സ്പീഡിലാണ് പോണേ. 200-ന്റെ മേലെയൊക്കെ പോവുണ്ട്. എന്നിട്ടായാലും ഈ കാർ എനിക്ക് ഇഷ്ടായിട്ടാ, ഒരു രക്ഷയില്ല. കൺട്രോൾ ചെയ്യാൻ പക്ഷേ ഇച്ചിരി പാടാ. ഓ, ഡ്രിഫ്റ്റൊക്കെ അടിക്കുന്നുട്ടാ. ഡ്രിഫ്റ്റ് ചെയ്യാനും സുഖ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടെ സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.